വെൽക്കം ബാക്ക്. ഇന്നലത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഈസ് വീഡിയോ നമ്പർ 6, മാർജിനൽ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഈ വർഷം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുള്ളതിൽ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് എന്ന് പറയില്ലേ, നിങ്ങൾ എത്ര വെറൈറ്റി എങ്ങനെ ചോദിക്കണം അങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് മാർജിനൽ കോസ്റ്റിംഗ്. പിന്നെ ഒരുപാട് കുറേ ഒന്നും പറ്റാത്തവരാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോ നമ്പർ 2 and 3 ആണെന്ന് തോന്നുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ സപ്ലൈ എഴുതുന്ന കുട്ടികളുടെ അടുത്താണ് പറയുന്നത്, തീരെ എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരത് മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഇല്ലസ്ട്രേഷൻ നമ്പർ 8. Plant A produces a product which costs ₹3 per unit when produced in quantities of 10,000 യൂണിറ്റ്. ഒരു പ്ലാന്റ് ഉണ്ട്, പ്ലാന്റിൻ്റെ പേര് A എന്നാണ്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിന് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് ₹3 per യൂണിറ്റ് ആണ്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, അതായത് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിന് വരുന്ന കോസ്റ്റ് ഇത്ര. അതേപോലെ തന്നെ 0.250, അതിന് 20,000 യൂണിറ്റ്സ് ആണ് ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ₹2.5 പെർ യൂണിറ്റ് ആണ് അതിന് വരുന്ന കോസ്റ്റ്. എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇതുവരെ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടോ. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പഠിപ്പിച്ചെന്ന ഒരു ഇക്വേഷനും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് 10,000 × 3 30,000. 20,000 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 × ₹2.5 5,000 ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ, ഞാൻ ചോദിക്കട്ടെ. ഇവിടെ എത്രയാണോ ഇൻക്രീസ് ചെയ്ത യൂണിറ്റ്സ്? 10,000 അല്ലേ. 10,000 നിന്ന് 20,000 പ്രൊഡ്യൂസ് ചെയ്യുമ്പം കോസ്റ്റ് എത്ര കൂടി? ₹20,000 കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പറഞ്ഞുകൂടെ എനിക്ക്? അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു ₹30,000. അപ്പോൾ അത് 20,000 ആയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം, ദാറ്റ് മീൻസ് എത്ര ഇൻക്രീസ് ചെയ്യുമ്പം? 10,000 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പം, ഓക്കെ, 10,000 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ്. 10,000 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പം 30,000 ആയിരുന്ന കോസ്റ്റ് 50,000 ആയി. അതിൻ്റെ അർത്ഥം എത്ര ഇൻക്രീസ് ചെയ്തു? 20,000 ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കൂടുന്ന കോസ്റ്റ് ഏത്? രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ആണല്ലോ, ഒന്ന് വാരിയബിൾ ആൻഡ് ഫിക്സഡ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം വാരിയബിൾ കോസ്റ്റാണ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. സോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് സെയിം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഫിക്സഡ് കോസ്റ്റ് അപ്പോൾ അതേപടി ഉണ്ടാവും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഇൻക്രീസ് എന്താണ്? വാരിയബിൾ കോസ്റ്റ് ആണ്. എന്ത് വാരിയബിൾ കോസ്റ്റ്? ഇൻ റുപ്പീസ് അല്ലെങ്കിൽ ടോട്ടൽ എന്ന് വിളിക്കാം അല്ലേ. അപ്പം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, ഒരു യൂണിറ്റിൻ്റെ വാരിയബിൾ കോസ്റ്റ് എന്താണ്? സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ടായി. പക്ഷേ ഇവിടെ നമുക്ക് ടോട്ടലാണ് കിട്ടിയത്. ഇത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് വാരിയബിൾ കോസ്റ്റ്? ഇത് 10,000. അങ്ങനെയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയില്ലേ അല്ലേ. ഇത് 20,000 ആണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ? 10,000. അങ്ങനെയാണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര? ₹2. ഓക്കെ അല്ലേ. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് കിട്ടി. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഒന്നിക്ക് ഇതെടുക്കുക അല്ലെങ്കിൽ ഇതെടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റത്തെ എടുത്താൽ നമുക്കും ഫസ്റ്റത്തെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോക്കുകയാണ്. 10,000 നിന്ന് 2 വാരിയബിൾ കോസ്റ്റാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 20,000 ആണ് എൻ്റെ ആദ്യത്തെ ലോട്ടിനകത്തുള്ള വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു അവിടെ? 30,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ? 10,000. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇതേപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇതെടുത്താലും ഇതേ ആൻസർ കിട്ടും. ഞാൻ ഇതെടുക്കുവാണേ. സോ 20,000 ആണ് യൂണിറ്റ്സ്, ₹2 വാരിയബിൾ കോസ്റ്റ്, സോ 40,000. അവിടെ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് വാരിയബിൾ പ്ലസ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് അല്ലേ? രണ്ട് കോസ്റ്റും കൂടി ആഡ് ചെയ്താലല്ലേ ടോട്ടൽ കോസ്റ്റ് കിട്ടുക. സോ ഹിയർ ദ ആൻസർ ഇസ് 10,000. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 9. ദ ഫോളോയിങ് ആർ ദി ബജറ്റഡ് ഡാറ്റ. സെയിൽസ് തന്നിട്ടുണ്ട്, വാരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് BEP ആണ് കാണാൻ പറയുന്നത്. BEP 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഈ 3ലും BEP എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കുക, ഇതിൽ BEP കണ്ടുപിടിക്കുക, ഇതിൽ BEP. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ബജറ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റയിൽ BEP കാണാൻ നമുക്ക് PV റേഷ്യോ കണ്ടിട്ട് ചെയ്യാം, അല്ലാണ്ട് ചെയ്യും. ഇവിടെ PV റേഷ്യോ കാണാണ്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കിട്ടുക കോൺട്രിബ്യൂഷൻ ഇൻ റുപ്പീസ് ആണ്. സോ ഇക്വേഷൻ എന്താവും? നമുക്ക് കോൺട്രിബ്യൂഷൻ ഇൻ റുപ്പീസ് ആണ്. സോ അതിനെ നമ്മൾ സെയിൽസ് ഇൻ റുപ്പീസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BEP ഇൻ റുപ്പീസ് കിട്ടും. സോ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നൗ അടുത്ത ചോദിക്കുന്നത് അസ്യൂമിങ് 20% ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് 20% കൂടിയാൽ BEP എത്ര? വാരിയബിൾ കോസ്റ്റ് ഇപ്പോൾ ഉള്ള വാരിയബിൾ കോസ്റ്റ് 3 lakh ആണ്. അപ്പോൾ 3 lakhൻ്റെ 20% ആഡ് ചെയ്യുക. ഓക്കെ, 3 lakhൻ്റെ 20% ആഡ് ചെയ്താൽ 3,60,000 കിട്ടും. ദിസ് ഈസ് യുവർ ന്യൂ വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് നമുക്ക് ഓൾറെഡി അറിയാം. സെയിൽസ് എത്രയാണ്? 6 ലക്ഷമാണ്. സോ 6 ലക്ഷത്തിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുക. നമുക്ക് കിട്ടും 2,40,000 അല്ലേ? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഇത്. സോ യു വിൽ ഗെറ്റ് 2,40,000. ദിസ് ഈസ് അവർ കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കോൺട്രിബ്യൂഷൻ കിട്ടി. സെയിം കോൺട്രിബ്യൂഷൻ കിട്ടി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്. സെയിൽസിൽ മാറ്റമില്ല. സോ സെയിൽസ് തന്നെ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് 20% ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. സോ ഈ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ 1,80,000ൻ്റെ 20% ഇൻക്രീസ് ചെയ്യുക. 20% കാണുക, ആ കിട്ടുന്നത് ഇതിനെ കൊണ്ട് ആഡ് ചെയ്യുക. എന്നിട്ടോ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബജറ്റഡിൻ്റെ കോൺട്രിബ്യൂഷൻ. മുകളിലത്തെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ചെയ്തു പോകരുത്. ഓക്കെ, ഇത് വേറെ ക്വസ്റ്റ്യൻ. സോ നമ്മളിവിടെ നോക്കണം. സോ ഇറ്റ് ഇസ് 3 lakh ഇൻറ്റു സെയിൽസ്. സോ ആൻസർ ഈസ് 4,32,000. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത മോഡലാണ്. നമ്മളൊരു എക്സാമിൻ്റെ ഒരു പേപ്പറിലും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ നോക്കിയാൽ മതി. പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 11. ഇതും നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 2 പീരീഡിൻ്റെ സെയിലും പ്രോഫിറ്റും തരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന സംഭവമൊക്കെ കാണാൻ പറയുന്നു. ഓൾറെഡി നമ്മൾ വീഡിയോ നമ്പർ 1 അല്ലെങ്കിൽ വീഡിയോ നമ്പർ 2 മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് ഉണ്ടാവും. ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 എഗെയിൻ നമ്മൾ ചെയ്തതാണ്. 1 വർഷം ലോസ് വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി വീഡിയോ നമ്പർ 1 or 2 നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 13 ഇതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. കോസ്റ്റ് തരുമ്പോൾ നമ്മളൊരു കോളോട്ട് പ്രോഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഓൾറെഡി വീഡിയോ നമ്പർ 1 വീഡിയോ നമ്പർ 2 നമ്മൾ കവർ ചെയ്തു. ഇല്ലുസ്ട്രേഷൻ നമ്പർ 14 ഇതിൻ്റെ സൊല്യൂഷൻ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ വേറൊരു ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. അത് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഞാനത് എഡിറ്റ് ചെയ്ത് ഇവിടെ ഇടാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കോപ്പി ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന 2 ഐറ്റംസ് ഫിക്സഡ് കോസ്റ്റും ബ്രേക്ക് ഈവൺ സെയിൽസും ആണ്. സോ ബ്രേക്ക് ഈവൺ സെയിൽസും ആണ്, അതായത് ഇൻ റുപ്പീസ്. സെയിൽസ് മീൻസ് ഇൻ റുപ്പീസിലുള്ള ബ്രേക്ക് ഈവൺ സെയിൽസ് ആണ് തന്നത്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ആദ്യത്തെ ഐറ്റം PV റേഷ്യോ ആണ്. PV റേഷ്യോൻ്റെ 2 ഇക്വേഷനകത്തും C/S × 100 ആണ്. രണ്ടാമത്തത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ഇത് 2 ത്രൂവും PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ക്വസ്റ്റ്യനിൽ ഇല്ല. ക്വസ്റ്റ്യനിൽ ഈ 2 ഐറ്റം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മീനിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഐറ്റംസിനെ നന്നായിട്ട് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാം ബ്രേക്ക് ഈവൺ സെയിൽസ്. അതിൻ്റെ
അതിലേതിനൊക്കെയാണോ നിങ്ങൾ ഇക്വേഷൻ പഠിച്ച് അത് മനസ്സിൽ കൊണ്ടുവരിക. ഫിക്സഡ് കോസ്റ്റിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക S-V=F+P ഇട്ടിട്ട്. അപ്പോൾ ഇതിൽ PV റേഷ്യോ ഒന്നുമില്ല, അപ്പോൾ ഇതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് BES ആണ്. സോ BESൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, ഇത് റുപ്പീസിലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, യൂണിറ്റ്സിലല്ല, റുപ്പീസിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ബ്രേക്ക് ഈവൻ സെയിൽ 10,000 ആണെന്നറിയാം, ഫിക്സഡ് കോസ്റ്റ് 4,000 ആണെന്നറിയാം. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ PV റേഷ്യോ ഇവിടെ വരും, ഇതിവിടെ വരും അല്ലേ. സോ PV റേഷ്യോ ഈസ് ഈക്വൽ ടു 4,000 ഡിവൈഡഡ് ബൈ 10,000. ഇവിടെ PV റേഷ്യോ ആണ്. സോ ഇക്വേഷനിൽ എന്തുണ്ടാവും? ഇൻറ്റു 100. സോ ആൻസർ ഇസ് 40%. സോ ദിസ് ഈസ് യുവർ PV റേഷ്യോ. ഇവിടെ തന്നിരിക്കുന്ന 2 ഐറ്റം ഇതാണ്, ഇത് യൂസ് ചെയ്ത് PV റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താ ചോദിച്ചത് നോക്കിയേ. പ്രോഫിറ്റ് വെൻ സെയിൽ ഈസ് 20,000. ഓക്കെ, അപ്പം അതിന് നമ്മൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമ്മളിതാ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യാറ്. സെയിൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്? 2 lakh 20,000. അപ്പം ഞാനിവിടെ സെയിലിന് ബദലായി 20,000 എഴുതി. ദിസ് 40% ആകുമ്പോൾ വാരിയബിൾ കോസ്റ്റിൻ്റെ റേഷ്യോ 60% ആണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇനി ഞാനിത് സോൾവ് ചെയ്യുന്നില്ല, ആദ്യം നിങ്ങൾ ഇത് ചെയ്യും. ഇത് കിട്ടുന്നത് 2 മൈനസ് ചെയ്യും, ദെൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇത് ചെയ്താൽ പ്രോഫിറ്റ് നമുക്ക് 4,000 കിട്ടും സോൾവ് ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ന്യൂ BEP ഇഫ് സെല്ലിംഗ് പ്രൈസസ് റെഡ്യൂസ്ഡ് ബൈ 20%. സെല്ലിംഗ് പ്രൈസ് 20% കുറഞ്ഞാൽ എത്രയാണ് പുതിയ BEP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സ്റ്റെപ്സ് കണ്ടോ മക്കളെ? എനിക്കിവിടെ സെല്ലിംഗ് പ്രൈസ് റിലേറ്റ് ചെയ്ത് ഒരു ഡാറ്റയും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിലാകെ എനിക്ക് ഫിക്സഡ് കോസ്റ്റും ഏതൊരു BEP സെയിലുമാണ് തന്നത്. സോ ഞാൻ അസ്യൂം ചെയ്യുന്ന എൻ്റെ സെല്ലിംഗ് പ്രൈസ് 100 ആണ്. സോ 20% ടോട്ടൽ പറയുമ്പോൾ 100. എനിവേ നിങ്ങൾ അസ്യൂം ചെയ്യുക സെല്ലിംഗ് പ്രൈസ് ഇസ് 100. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റെഡ്യൂസ് ആയിട്ടുണ്ട് എത്ര? 20. അപ്പോൾ ഇപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ? 80. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എനിക്ക് വേണം വാരിയബിൾ കോസ്റ്റ്. എന്തിനാ ഏതാന്നൊക്കെ ഞാനിപ്പോൾ പറയും. സോ ഇങ്ങനെ ഒരു റിഡക്ഷൻ എന്നൊക്കെയുള്ള പ്രോബ്ലം വരുമ്പോൾ ഞാൻ ആദ്യം പുതിയ സെല്ലിംഗ് പ്രൈസ്, ഇൻക്രീസ് ആവാം, ഇവിടെ ഡിക്രീസാണ് വന്നത്. സോ പുതിയ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക നിങ്ങൾ ഫസ്റ്റ്. രണ്ടാമത് വേണ്ടത് വാരിയബിൾ കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഫുൾ സെയിൽ 100 ആണ് അല്ലേ? 100. അതിൽ നിന്ന് നമ്മൾ PV റേഷ്യോ മൈനസ് ചെയ്താൽ, PV റേഷ്യോ നമ്മളിപ്പം നേരത്തെ കണ്ടുപിടിച്ച PV റേഷ്യോ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 60. ദിസ് ഈസ് അവർ വാരിയബിൾ കോസ്റ്റ്. ഓക്കെ, അഗെയിൻ റിപ്പീറ്റിംഗ്. സെയിൽ ഇസ് 100. PV റേഷ്യോ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 40. സോ 100 മൈനസ് 40 60. ഇവിടെ പോയിട്ട് 80 ഒന്നും എടുക്കാൻ പാടില്ല. വാരിയബിൾ കോസ്റ്റ് എനിക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വാരിയബിൾ കോസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം അല്ലേ? സോ ഈ വാരിയബിൾ കോസ്റ്റ് എനിക്ക് വേണം. ഓക്കെ അല്ലേ? ഓക്കെ, സി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്, സെക്കൻഡ് സ്റ്റെപ്പ് ഇത്. ഇനി ഇതൊക്കെ എന്തിനാ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ന്യൂ BEP ആണ്. ന്യൂ BEP കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. വെറും PV റേഷ്യോ അല്ല മക്കളെ, പുതിയ PV റേഷ്യോ. ഏത് പുതിയത്? ഇതിൻ്റെ ഇഫക്റ്റ് വന്നിരിക്കുന്ന PV റേഷ്യോ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻറ്റു 100 വേണം, മറക്കരുത്. ഞാൻ എപ്പോൾ മറക്കും, അപ്പോൾ നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ ഫിക്സഡ് കോസ്റ്റ് എനിക്കറിയാം, ക്വസ്റ്റ്യനിൽ 4,000 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല, മാറൂല അല്ലേ? സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് 4,000. ഇനി എനിക്ക് പുതിയ PV റേഷ്യോ വേണം. അപ്പോൾ ഞാൻ ആ പുതിയ PV റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C
ബൈ എസ് ഇൻറ്റു 100. മറ്റേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവിടെ സെയിൽ 2 പീരീഡിൻ്റെയും പ്രോഫിറ്റ് 2 പീരീഡിൻ്റെയും വേണം. പക്ഷെ അത് നമുക്കില്ല. സോ ഈ ഒരു ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഈ ഇക്വേഷനിൽ മുകളിലത്തെ പാർട്ടിൽ കോൺട്രിബ്യൂഷൻ എന്നാണ് ഉള്ളത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എഴുതുവാണ് ഞാൻ. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിങ്ങളോട് ബുക്കിൽ ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബുക്കൊന്ന് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് മൈനസ് വി. ഇവിടെ നമ്മൾ എസ് എടുക്കുമ്പോൾ ഇത് എന്ത് റേഷ്യോയുടെ? പുതിയ പി വി റേഷ്യോ കണ്ടു. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്ര? 80 മൈനസ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് 60. സോ യുവർ കോൺട്രിബ്യൂഷൻ ഇസ് 20. ഓക്കെ അല്ലേ? ഓക്കെ. സോ 20. ഇവിടെയൊക്കെ നിങ്ങൾക്ക് തെറ്റും. നിങ്ങൾ 100 എടുക്കും, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പറയുന്നത് എന്ത് പി വി റേഷ്യോ? പുതിയ പി വി റേഷ്യോ. അപ്പം പുതിയ സെയിൽസ്, ഓക്കെ, വാരിയബിൾ കോസ്റ്റ്, ഓക്കെ, 20 ഡിവൈഡഡ് ബൈ എസ്. ഏത് എസ്? പുതിയ പി വി റേഷ്യോ ആണ്. അപ്പോൾ ഏത്? പുതിയത് 80 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് 25% കിട്ടും. ഇതാണ് നിങ്ങളെ പുതിയ പി വി റേഷ്യോ. ഇനി നമ്മളിതാ ഈ ഇക്വേഷനിലോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4000 ആണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. ക്വസ്റ്റ്യനിൽ തന്നതിന് പി വി റേഷ്യോ ഈസ് 25 ഇൻറ്റു 100. നിങ്ങളുടെ ആൻസർ 16,000 rupees. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ മക്കളെ. ഒരു റിഡക്ഷൻ അല്ലെ ഇൻക്രീസ് എന്നൊക്കെ വരുമ്പോഴുള്ള സ്റ്റെപ്പാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വാരിയബിൾ കോസ്റ്റിനൊക്കെ പഴയത് മുന്നേത്തെ തന്നെ എടുക്കണം. അധികവും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ 80 ആണോ വേണ്ടത്, 80 എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇവിടെ ഇത് വരുമ്പം ന്യൂ ആണ്, പുതിയത്. അപ്പോൾ എല്ലാം പുതിയത് എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇല്ലസ്ട്രേഷൻ നമ്പർ 15. The income statement of ABC Limited is as follows. Net revenue less expense, bracket nagat including fixed expense, net loss. Okay. Pinnandella thanna. The sales manager believes that an increase of 50,000 in advertising outlay will increase the sales substantially. 50,000 രൂപ അഡ്വർടൈസ്മെൻറ്റിന് മുടക്കിയാൽ, ഇൻവെസ്റ്റ് ചെയ്താൽ സെയിൽസ് കൂടുന്ന മാനേജർ പറയുന്നു, ബിലീവ് ചെയ്യുന്നു. ഹിസ് പ്ലാൻ വാസ് അപ്രൂവ്ഡ് ബൈ ദ ചെയർമാൻ. അപ്പോൾ ചെയർമാൻ എന്ത് ചെയ്തു? ആ പ്ലാൻ അങ്ങോട്ട് അപ്രൂവ് ചെയ്തു. നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് സെയിൽസ് റവന്യൂ വിൽ ദ കമ്പനി ബ്രേക്ക് ഈവൺ? കമ്പനി ബ്രേക്ക് ഈവൺ ആവാൻ പിന്നെ എത്രയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, സെയിൽസ് റവന്യൂ എന്ന് ചോദിച്ചാൽ റുപ്പീസിലാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് കാണേണ്ടതെന്നേ ഉള്ളൂ. വെൻ സെയിൽസ് വോളിയം വിൽ റിസൾട്ട് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ എത്ര വിൽക്കണം എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഒന്നും അറിയാത്ത ഒരു കണക്ക് വന്നാൽ ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ. ഇതിൽ നമുക്ക് വലിയൊരു അറിവൊന്നുമില്ല, എന്തെല്ലോ കുറേ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കി. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തേത് നമുക്കറിയാം ബ്രേക്ക് ഈവൺ പോയിന്റ് അല്ലെ ബ്രേക്ക് ഈവൺ ഇൻ റുപ്പീസാണ് ചോദിച്ചത്. ബ്രേക്ക് ഈവൺ ഇൻ റുപ്പീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ഇത് ഇവിടെ ഉണ്ട് 1 lakh. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ ഇപ്പം നമുക്ക് വലിയൊരു സംശയമില്ല, ഫിക്സഡ് എക്സ്പെൻസ് തന്നിന്. ഇനി ഡിനോമിനേറ്റർ വരുന്നത് ഈ പി വി റേഷ്യോ കണ്ടുപിടിക്കണം. പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ അറിയണം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തതാണ് അല്ലേ? ആണ്. അപ്പോൾ സെയിൽസിനെ നമ്മൾ തപ്പി. ഓക്കെ, നമുക്കറിയുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെയിലാണ്. അപ്പോൾ നമുക്ക് സെയിലും കിട്ടി, പ്രശ്നമില്ല. ഇല്ലല്ലോ, സെയിൽ കിട്ടി. ഇതാ സെയിൽ കിട്ടി. ഇനി ഈ സെയിലിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി? വാരിയബിൾ കോസ്റ്റ് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഞാൻ തപ്പി എന്തിനെ? വാരിയബിൾ കോസ്റ്റിനെ. എക്സ്പെൻസ് എന്നൊക്കെ തന്നിട്ടുണ്ട് 2,20,000. വാരിയബിൾ കോസ്റ്റ് ആണ്, കോസ്റ്റ് മീൻസ് എക്സ്പെൻസ് ആണ്. പക്ഷേ വാരിയബിൾ എന്നുള്ള പേരൊന്നുമില്ല, പക്ഷേ 2,20,000 ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ എക്സ്പെൻസ്. ബ്രാക്കറ്റ് പറയുന്നുണ്ട് 1,00,000 ഫിക്സഡ് ആണ്. അപ്പം ബാക്കി 1,20,000 ആരായിരിക്കും? 2,20,000 മൊത്തത്തിലുള്ള ചിലവ്. അതിൽ 1,00,000 ഫിക്സഡ് ആണെങ്കിൽ ബാക്കി 1,20,000 ആയിരിക്കും ആര്?
നമ്മുടെ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടി? കോൺട്രിബ്യൂഷൻ. സി ഇവിടെ ചെയ്ത് വെച്ച് നോക്കിക്കോ. സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ഓക്കെ, നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ലേ ഇപ്പോൾ. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് നമ്മുടെ എന്ത് റേഷ്യോ? PV റേഷ്യോ. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉടനെ എന്ത് ചെയ്തു? ഞാൻ പെണ്ണോണ്ട് ഞാൻ ചെയ്യുന്ന വേല് മാത്രം നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്താൽ മതിയേ. അപ്പോൾ എനിക്ക് C/S വേണം. സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 40% ഞാൻ ചെയ്തു. ഇനി എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത്. വെൻ സെയിൽസ് റവന്യൂ വാട്ട് ഇസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്? ഓക്കെ, കണ്ണും പൂട്ടി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യൂടോ? ഫിക്സഡ് കോസ്റ്റ് 1 lakh ഡിവൈഡഡ് ബൈ PV റേഷ്യോ ഇൻറ്റു 100 ചെയ്യും. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഏതിനെ ഞാൻ കൊണ്ടുവരേണ്ടടാ? സി, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് വാരിയബിൾ ആണോ ഫിക്സഡ് ആണോ? സെയിലിനനുസരിച്ചിട്ടാണോ നമ്മൾ വാരിയബിൾ കോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഒറ്റയടിക്കും ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് കൊടുക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് എ ഫിക്സഡ് എക്സ്പെൻസ്. സോ ഫിക്സഡ് എക്സ്പെൻസ് ഈ ക്വസ്റ്റ്യനിൽ 1 lakh അല്ല, പകരം എന്താണ്? 1,50,000 ആണ്. ഇവിടെ ഈ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യനിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് മക്കളെ? 1,50,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ. PV റേഷ്യോ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇത് ഇങ്ങോട്ട് വരും ഇൻറ്റു 100. അപ്പം നമ്മൾ ഒന്നാമത്തെ ഈ ഒരു സംഭവം, ഒന്നാമത്തെ A എന്ന് പറയുന്ന ഈ ഒരു സാധനം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തല്ലോ. അപ്പോൾ ഇത് കിട്ടി. അടുത്തത് എന്താ ചോദിച്ചാൽ സെയിൽസ് വോളിയം. വാട്ട് ദ സെയിൽസ് വോളിയം? പ്രോഫിറ്റ് 10,000 കിട്ടാൻ എത്ര വിൽക്കണം? നമുക്ക് സംഭവം അറിയാലോ. എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ്റെ കൂടെ ഇവിടെ ആരെ ഇട്ടാൽ മതി? Pനെ ഇട്ടാൽ മതി. അപ്പോൾ ഇതേ സാധനം P എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിന് 10,000 ഇട്ട് ഈ ആൻസറും കിട്ടി. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ക്വസ്റ്റ്യനിൽ പലതും ഉണ്ടാവും. ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മൾ എന്താണോ വേണ്ടത് നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ വേറെ കുറേ സാധനം കാണാം, എനിക്ക് ആവശ്യമില്ല. ഇവിടെ ഫിക്സഡ് എക്സ്പെൻസ് നെറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയെന്നേ ഉള്ളൂ. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഞാനത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞാൻ അത് മാത്രം ചെയ്തു. ഗോയിങ് ടു ഇല്ലുസ്ട്രേഷൻ നമ്പർ 16.